നമസ്കാരം. ട്രംപിന്റെ നെഞ്ച് തകർത്ത കൊറിയൻ മിസൈൽ. അമേരിക്കയെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ ചൈനയും കൊറിയയും. ചൈനയും ഉത്തര കൊറിയയും കൈകോർക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ലോകം ആശങ്കയോടുകൂടി ചോദിക്കാറുണ്ട്. ലോകം പലതവണ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കിയെങ്കിലും ഉപരോധങ്ങളുടെ ചങ്ങലക്കണ്ണികൾ മുറുക്കി നോക്കിയപ്പോഴും ഭീഷണികൾ മുഴക്കി നോക്കിയപ്പോഴും സമ്മർദ്ദങ്ങളുടെ പരമാവധി കൊടുങ്കാറ്റുകൾ വിതച്ചിട്ടും പക്ഷേ ആ ബന്ധം തകർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഇപ്പോഴിതാ പാശ്ചാത്യ ശക്തികളുടെ നെഞ്ചകം തകർത്തുകൊണ്ട് ആ രണ്ട് ആണവ ശക്തികൾ വീണ്ടും പരസ്യമായിട്ട് കൈകോർക്കുകയാണ്. അതെ, അത് ഉത്തര കൊറിയയും ചൈനയുമാണ്. ട്രംപിന്റെ നെഞ്ച് തകർത്തെത്തുന്ന കൊറിയൻ മിസൈൽ അമേരിക്കയുടെ ഹൃദയതാളത്തെ ചലിപ്പിക്കാതാക്കിയിരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ ഒരു മടിയുമില്ലാതെ ചൈനയും കൊറിയയും കൈകോർത്ത് കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെ വിറപ്പിക്കുന്ന ഈ ആണവ സൈനിക ശക്തികൾ ഒരേ വേദിയിൽ അണിനിരക്കുമ്പോൾ വാഷിംഗ്ടണിന്റെ പ്രതിരോധ താവളങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പുകൾ മുഴങ്ങിക്കഴിഞ്ഞു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 105ാം വാർഷിക വേളയിൽ ചൈനയിൽ ചെങ്കോട്ടയിലേക്ക് കിം ജോങ് ഉൻ അയച്ച ആ രഹസ്യ സന്ദേശം വെറുമൊരു ആശംസ മാത്രമാണോ, അതോ അമേരിക്കൻ ആധിപത്യത്തിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുവാൻ പോകുന്ന മൂർച്ചയേറിയ ഒരു യുദ്ധപ്രഖ്യാപനമാണോ? എന്തായാലും ഇരു രാജ്യ നേതാക്കളും ഒത്തുചേർന്ന ആ ചരിത്ര നിമിഷത്തെ ഒരു വൻ വിജയവും ചരിത്രപരമായിട്ടുള്ള അവസരവും എന്ന് കിം വിശേഷിപ്പിച്ചപ്പോൾ കളിമാറിയെന്ന് ലോകത്തിനിതാ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായിട്ടുള്ള കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് സോഷ്യലിസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉത്തര കൊറിയ ചൈന ബന്ധം ഭാവിയിലും കൂടുതൽ വികസിപ്പിക്കുകയാണ് ഉത്തര കൊറിയൻ സർക്കാരിന്റെ ഉറച്ച നിലപാടെന്ന് കിം ജോങ് ഉൻ വ്യക്തമാക്കിയിരിക്കുന്നു. ദീർഘകാല ചരിത്രപരമായിട്ടുള്ള വേരുകളുള്ള ഈ ബന്ധം രണ്ട് രാജ്യങ്ങളുടെയും ജനങ്ങളുടെ പൊതുസമ്പത്താണ് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഉത്തര കൊറിയയുടെ വിദേശ നയത്തിൽ ചൈനയ്ക്ക് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ കിം ജോങ് ഉൻ ലോകത്തിന് നൽകിയിരിക്കുന്നതും. അടുത്തിടെ ഉത്തര കൊറിയയിൽ നടന്ന ഉച്ചകോടി ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയെ തുടർന്ന് ദൂരവ്യാപകമായിട്ടുള്ള ബ്ലൂ പ്രിന്റ് രൂപീകരിച്ചതായി ഉത്തര കൊറിയൻ സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പരമ്പരാഗത സൗഹൃദത്തെ കൂടുതൽ ശക്തവും തന്ത്രപരവുമായിട്ടുള്ള പങ്കാളിത്തമായി ഉയർത്തുമെന്ന് ഇരു നേതാക്കളും പ്രഖ്യാപിച്ചിരിക്കുന്നു. നയതന്ത്രം, സാമ്പത്തിക സഹകരണം, നിയമനിർവഹണം, സുരക്ഷ, സൈനിക സഹകരണം എന്നിവയിൽ കൂടുതൽ ഏകോപനം വേണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പിന്നിൽ നിരവധി ഭൂരാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉത്തര കൊറിയ റഷ്യയുമായിട്ട് സൈനിക ബന്ധം ഗണ്യമായിട്ട് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉക്രൈനെതിരായിട്ടുള്ള റഷ്യയുടെ യുദ്ധത്തിൽ ഉത്തര കൊറിയ ആയുധങ്ങളും സൈനിക സഹായവും നൽകിയതായിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നു. ഇതോടെ അമേരിക്കയും ദക്ഷിണ കൊറിയയും ജപ്പാനും ഉൾപ്പെടുന്ന പാശ്ചാത്യ സഖ്യം ഉത്തര കൊറിയക്കെതിരെ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഒറ്റപ്പെടലിനെ മറികടക്കാൻ ചൈനയുടെ പിന്തുണ ഉത്തര കൊറിയക്ക് അത്യന്താപേക്ഷിതമാണ്. സാമ്പത്തിക രംഗത്തും ചൈനയാണ് ഉത്തര കൊറിയയുടെ ജീവനാഡി. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം ലോകത്തിന്റെ ഭൂരിഭാഗം രാജ്യങ്ങളുമായിട്ടും പരിമിതമായിട്ടുള്ള വ്യാപാര ബന്ധം മാത്രമുള്ള ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ്. ദക്ഷിണ കൊറിയയുടെ സാമ്പത്തിക ധനകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2024 ഉത്തര കൊറിയയുടെ വിദേശ വ്യാപാരത്തിന്റെ ഏകദേശം 98% ചൈനയുമായിട്ടാണ് നടന്നിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾ, ഇന്ധനം, വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ വലിയ തോതിൽ ഉത്തര കൊറിയ ചൈനയെ ആശ്രയിക്കുന്നു. അതിനാൽ തന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം വഷളാകുന്നത് ഉത്തര കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായിട്ട് ബാധിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല. മറുവശത്ത് നോക്കൂ, ചൈനയ്ക്കും ഉത്തര കൊറിയയ്ക്ക് വലിയ തന്ത്രപ്രാധാന്യമുണ്ട്. അമേരിക്കൻ സൈനിക സാന്നിധ്യം ശക്തമായുള്ള ദക്ഷിണ കൊറിയയും ജപ്പാനും തമ്മിൽ ഒരു ബഫർ സ്റ്റേറ്റ് എന്ന നിലയിലാണ് ചൈന ഉത്തര കൊറിയയെ കാണുന്നത് പോലും. ഉത്തര കൊറിയയിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുന്നത് ചൈനയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് ബെയ്ജിംഗ് കരുതുന്നുമുണ്ട്. അതിനാൽ തന്നെ ഉത്തര കൊറിയയിലെ സ്ഥിരത അത് നിലനിർത്തുന്നതിൽ ചൈനയ്ക്ക് വലിയ താല്പര്യമുണ്ട്. ഇന്തോ പസഫിക് മേഖലയിൽ അമേരിക്കൻ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ചൈന തങ്ങളുടെ പ്രാദേശിക സഖ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ്. അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സുരക്ഷാ സഹകരണം ശക്തമാകുമ്പോൾ അതിന് മറുപടിയായാണ് ചൈന ഉത്തര കൊറിയയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതെന്നാണ് പല ഭൂരാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തപ്പെടുന്നത്. ഉത്തര കൊറിയ ചൈന ബന്ധം ശക്തിപ്പെടുന്നത് കിഴക്കൻ ഏഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികളും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും ഇതിനകം തന്നെ മേഖലയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചൈനയുടെ രാഷ്ട്രീയ പിന്തുണ ഉത്തര കൊറിയയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമോ എന്ന ആശങ്ക അത് അമേരിക്കയ്ക്കും അതിന്റെ സഖ്യകക്ഷികളും പങ്കുവയ്ക്കുകയാണ്. ഇത് മാത്രമല്ല, ഉത്തര കൊറിയയും ചൈനയും തമ്മിലുള്ള ബന്ധം ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല.
1950-കളിലെ കൊറിയൻ യുദ്ധകാലം മുതൽ ഇരു രാജ്യങ്ങളും തന്നെ അടുത്ത സഖ്യകക്ഷികളാണ്. കൊറിയൻ യുദ്ധത്തിൽ ഉത്തര കൊറിയയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചൈന നേരിട്ട് സൈനിക ഇടപെടൽ നടത്തുന്ന സാഹചര്യം വരെ അന്നുണ്ടായിരുന്നു. അതിനുശേഷം പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക മേഖലകളിൽ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയായിരുന്നു. ഇരു രാജ്യങ്ങളുടെയും ഭരണ സംവിധാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയധാരയെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ ആശയപരമായിട്ടുള്ള സാമ്യവും ഈ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കി. അതേസമയം ഈ ബന്ധം പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹായകമാകുമെന്നാണ് ചൈനയും ഉത്തര കൊറിയയും അവകാശപ്പെടുന്നത് എങ്കിൽ കൂടിയും പരസ്പര വിശ്വാസം, തന്ത്രപരമായിട്ടുള്ള സഹകരണം, സാമ്പത്തിക പങ്കാളിത്തം എന്നിവയിലൂടെ മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാനാകുമെന്നുള്ള ഇരു രാജ്യങ്ങളുടെ നിലപാടുള്ളപ്പോഴും ലോകം പക്ഷേ അവിടെയും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം ചൈനയും ഉത്തര കൊറിയയും വൻ സാമ്പത്തിക ശക്തികളോടൊപ്പം തന്നെ ആണവ ശക്തികൾ കൂടിയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ ശക്തിയുള്ള രണ്ട് രാജ്യങ്ങൾ. എങ്ങനെ വേണമെങ്കിലും ലോകത്തെ തലകീഴ്മറിക്കാൻ പോകുന്നവർ. എന്തായാലും കിം ജോങ് ഉന്നിന്റെ പുതിയ സന്ദേശം ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും നിലനിൽക്കുമ്പോഴും ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം ദുർബലമാകുന്നില്ല എന്നുള്ള വളരെ വലിയൊരു സന്ദേശം. മറിച്ച് ആ ബന്ധം കൂടുതൽ ശക്തവും ദൃഢവും തന്ത്രപരവുമായിട്ടുള്ള സഖ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഈ ആണവ കൂട്ടുകെട്ട് ഏഷ്യൻ മണ്ണിൽ കൂടുതൽ പരീക്ഷണങ്ങൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും വഴി തുറക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇവർ തീർക്കുന്ന ഈ പ്രതിരോധ കോട്ട സമാധാനത്തിലേക്കാണോ അതോ കിഴക്കൻ ഏഷ്യയെ മറ്റൊരു വലിയ യുദ്ധക്കുളമാക്കാനാണോ പോകുന്നത് എന്ന് ലോകം ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോൾ അതാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളതാണ്. ലോക പോലീസ് ചമയുന്ന ട്രംപിന്റെ നെഞ്ചിലേക്കായിരിക്കും ഈ കൊറിയൻ മിസൈലുകൾ ആ നെഞ്ച് തകർത്തുകൊണ്ട് വന്ന് പതിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അമേരിക്കയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തന്നെയായിരിക്കും ചൈനയും കൊറിയയും തയ്യാറെടുക്കുക എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കം വേണ്ട. ഒരു കാര്യം വളരെ ഉറപ്പാണ്, ട്രംപിന് നാട് വിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ചൈനയോടോ കൊറിയയോടോ യാതൊരു തരത്തിലുള്ള സമീപനം സ്വീകരിക്കുവാൻ അമേരിക്ക തയ്യാറാവുകയുമില്ല. ട്രംപിന്റെ പലപ്പോഴുമുള്ള എടുത്തുചാട്ടം പല യുദ്ധങ്ങളിലേക്കും എത്താറുണ്ട് എങ്കിലും പക്ഷെ കൊറിയയോടും ചൈനയോടും അത്തരത്തിലൊരു എടുത്തുചാട്ടത്തിന് മുതിരില്ല ഇനിയെങ്കിലും ട്രംപ്.